ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ടാകുന്നതിന് കാരണം 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: വൈറ്റമിൻസ്, പാത്തോജൻസ്, എയർ, വാട്ടർ. എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ടാവാൻ കാരണം? എന്താണ്? പാത്തോജൻസ് ആണ്. പാത്തോജൻസ് ആണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ടാവാൻ കാരണം എന്താന്ന് വെച്ചാൽ പാത്തോജൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. പാത്തോജൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ടു അതർ കൺട്രീസ് ഓർ കോണ്ടിനെന്റ്സ് ഇറ്റ് ഈസ് കോൾഡ്. ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് മറ്റുള്ള രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള കോണ്ടിനെന്റ് ഭൂഖണ്ഡങ്ങളിലേക്കോ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാണ്, വ്യാപിക്കുകയാണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ അതിനെ എന്ത് പറയും? ആദ്യത്തെ ഓപ്ഷൻ ഇൻഫെക്ഷൻ, എപ്പിഡമിക്, പാൻഡമിക്, അലർജി. അപ്പൊ കറക്റ്റ് എന്താണ്? പാൻഡമിക് എന്നാണ് പറയുക. പാൻഡമിക് എന്താണ്? മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ചെയ്യാന്ന് വെച്ചാൽ അതിനെ നമ്മൾ പറയാ പാൻഡമിക് എന്നാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പാൻഡമിക്? എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാൻഡമിക്കിന്റെ ഉദാഹരണം എഴുതുക. കോമൺ കോൾഡ്, COVID-19, ഹെഡ് ഏക്ക്, ടൂത്ത് ഏക്ക്. ഇതിലേതാണ്? നമുക്കറിയാം COVID-19 ഒരു പാൻഡമിക് ആണ്. പാൻഡമിക്കിന് ഉദാഹരണം ചോദിച്ചാൽ നമുക്ക് എഴുതാം COVID-19. ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് കേട്ടോ. അപ്പൊ പാത്തോജൻസ് ആണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ടാകുന്നത്. അത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്യാൻ അതിനെ നമ്മൾ എന്ത് വിളിക്കും? പാൻഡമിക് എന്ന് വിളിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. വെൻ ദീസ് പിഗ്മെന്റ്സ് ഗിവ് ദ റെഡ് കളർ ടു which of these pigment give red color to flowers and leaves? ഫ്ലവേഴ്സിനും ലീവ്സിനും, പൂക്കൾക്കും ഇലകൾക്കും അതിൻ്റെതായിട്ട് ഓരോ കളർ ഉണ്ടല്ലോ. റോസിന് ചുവപ്പ് നിറം, സൂര്യകാന്തി പൂക്ക് മഞ്ഞ നിറം. ഇതൊക്കെ നൽകുന്നത് എന്താണ്? ഓക്കെ, ക്ലോറോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ, സാന്തോഫിൽ. കറക്റ്റ് ആൻസർ ആന്തോസയാനിൻ ആണ്. അതിൽ റെഡ് കളർ നൽകുന്നത്, അതായത് റെഡ് കളർ, ഓരോ കളറിനും ഓരോ പിഗ്മെന്റ് ഉണ്ട്. ഓരോ കളറിനും ഓരോ പിഗ്മെന്റ് ഉണ്ട്. റെഡ് കളർ കൊടുക്കുന്നത് ആരാണ്? ആന്തോസയാനിൻ ആണ്. ആന്തോസയാനിൻ റെഡ് കളർ കൊടുക്കുന്ന ആരാണ്? ആന്തോസയാനിൻ ആണ്. ക്ലോറോഫിന് പച്ച കളർ കൊടുക്കുന്നതാണ് ഗ്രീൻ കളർ. അങ്ങനെ ഓരോന്നിനും ഓരോ കളർ ഉണ്ട്. ഓക്കെ, പിഗ്മെന്റ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ: മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ. അധികമുള്ള ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് നമുക്ക് എന്ത് വഴിയാണ് വരുന്നത്? പാത്തോജൻസ് വഴിയാണ് നമുക്ക് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ലൊറാന്തസ് ഈസ് എ പ്ലാന്റ് വിത്ത് സ്പെഷ്യൽ റൂട്ട് ആൻഡ് ഈസ് കോൾഡ്. ലൊറാന്തസ് നിങ്ങൾ പാഠപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടാവും. ലൊറാന്തസിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ്സ് എ പ്ലാന്റ് വിത്ത് സ്പെഷ്യൽ റൂട്ട്. അതൊരു പ്ലാന്റ് ആണ്, അതിനൊരു സ്പെഷ്യൽ റൂട്ട് ഉണ്ട്. പക്ഷെ അതിന് നമ്മൾ വേറൊരു പേരും കൂടി വിളിക്കുന്നുണ്ട്. എന്താണ്? സെമി പാരസൈറ്റ്. എന്താണ്? സെമി പാരസൈറ്റ്. അതിന് വേറൊരു പേരും കൂടി വിളിക്കുന്നുണ്ട്. അതെന്താണ്? സെമി പാരസൈറ്റ്. എന്താണ്? സെമി പാരസൈറ്റ്. അപ്പൊ ലൊറാന്തസ് എന്താണ്? സെമി പാരസൈറ്റ് ആണ്. ഇനി അടുത്തത് കസ്കട്ട ഈസ് എ പ്ലാന്റ് വിത്തൗട്ട് ലീഫ് ആൻഡ് ഈസ് കോൾഡ്. കസ്കട്ട എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ആണ്. അതിന് എന്തില്ല? ലീഫ് ഒന്നുമില്ല. പക്ഷെ അതിന് നമ്മൾ ഒരു പേര് വിളിക്കും. അതെന്താണ്? ഇറ്റ്സ് എ ടോട്ടൽ പാരസൈറ്റ് ആണ്. അപ്പൊ ലൊറാന്തസ് എന്താണ്? ലൊറാന്തസ് സെമി ആണ്, പകുതിയേ ഉള്ളൂ. പക്ഷെ കസ്കട്ട ടോട്ടൽ പാരസൈറ്റ് ആണ്. അപ്പൊ 2 പാരസൈറ്റിനെ നമ്മൾ പഠിച്ചു. ഒന്ന് ലൊറാന്തസും ഒന്ന് കസ്കട്ടയും. ലൊറാന്തസ് സെമി പാരസൈറ്റ് ആണ്, കസ്കട്ട ടോട്ടൽ പാരസൈറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്ലാന്റ് മേക്ക് ദെയർ ഫുഡ് ബൈ ദ പ്രോസസ്. പ്ലാന്റ്സ് അതിന്റെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? ഫോട്ടോസിന്തസിസ്. എന്താണ്? ഫോട്ടോസിന്തസിസ്. എന്താണ് അതിന് പേര് പറയാ? ഫോട്ടോസിന്തസിസ്. അപ്പം പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ ബാക്ടീരിയ, വൈറസ്, ലൊറാന്തസ്, കസ്കട്ട തന്നിട്ടുണ്ട്. ടോട്ടൽ പാരസൈറ്റ്, സെമി പാരസൈറ്റ്, മൈക്രോസ്കോപ്പിക് ഓർഗാനിസം കോസസ് ഡിസീസസ്. അപ്പൊ നമുക്ക് നോക്കാം. ബാക്ടീരിയ എന്താണ്? ബാക്ടീരിയ മൈക്രോസ്കോപ്പിക് ഓർഗാനിസം. മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് ബാക്ടീരിയനെയൊക്കെ കാണാൻ കഴിയുള്ളൂ അല്ലേ? പിന്നെ
രണ്ടാമത്തേത് വൈറസ്. വൈറസ് എന്താണ്? കോസസ് ഡിസീസസ്. ഓക്കെ. ലൊറാന്തസ് നമ്മൾ നേരത്തെ പറഞ്ഞു സെമി പാരസൈറ്റ് ആണ്. അതേപോലെ തന്നെ കസ്കട്ട എന്താണ്? ടോട്ടൽ പാരസൈറ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒബ്സർവ് ദ പിക്ചേഴ്സ്. ഈ പിക്ചർ നോക്കുക. ആൻസർ ദ ക്വസ്റ്റ്യൻ. നോക്കൂ. ആദ്യത്തേത് ബാക്ടീരിയ ആണ്, രണ്ടാമത്തെ വൈറസും ആണല്ലോ. ആദ്യത്തെ എന്താണ്? ബാക്ടീരിയ ആണ്, ഇത് വൈറസ് ആണ്. വാട്ട് ആർ ദീസ് സ്മോൾ ലിവിങ് തിങ്സ് കോൾഡ്? ഈ ചെറിയ ഈ തിങ്സിനെ എന്തിനാ വിളിക്കുന്നത് നമ്മള്? ബാക്ടീരിയ, വൈറസ് ആണ്. അതിന്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ക്യാൻ വി സീ ദം വിത്ത് അവർ നേക്കഡ് ഹൈ? നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് ഇതിനെ കാണാൻ കഴിയോ? നോ, വി കനോട്ട് സീ ദം വിത്ത് അവർ നേക്കഡ് ഹൈ. നമ്മുടെ കണ്ണുകൊണ്ട് അതിനെ നമുക്ക് കാണാൻ കഴിയില്ല. വാട്ട് റോൾ ദേ പ്ലേ ഇൻ കോസിങ് ഡിസീസസ്? അപ്പൊ ഇത് നമുക്ക് ഡിസീസസ് ഉണ്ടാക്കാൻ ഇത് എന്ത് പങ്കാണ് വഹിക്കുന്നത്? ദേ ആർ പാത്തോജൻസ് ആൻഡ് കോസസ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഇതൊക്കെ എന്താണ്? പാത്തോജൻസ് ആണ്. ഇവ എന്താ ചെയ്യുന്നത്? ഇവരാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ. നെയിം എനി ടു പാൻഡമിക് ദാറ്റ് വി ഹാവ് സർവൈവ്ഡ്. ഏതെങ്കിലും രണ്ട് പാൻഡമിക്കിന്റെ പേര് പറയുക. ഒന്ന് സ്മോൾ പോക്സ്, പിന്നെ രണ്ടാമത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം COVID-19. ഓക്കെ, COVID-19. ഇനി അടുത്തത് ഹൗ ആർ സം ഓർഗാനിസ് യൂസ്ഫുൾ അസ്? കുറച്ച് ഓർഗാനിസംസ് നമുക്ക് ഡിസീസസ് ഉണ്ടാക്കുന്നത്. ചില ഓർഗാനിസം നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. അതെങ്ങനെയാണ്? ദേ ഹെൽപ്പ് ഇൻ ഡൈജഷൻ. എങ്ങനെയൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഡൈജഷൻ. ദേ ഹെൽപ്പ് ഇൻ ഡൈജഷൻ. പിന്നെന്താണ്? ഫെർമെന്റ് ഫുഡ് ലൈക്ക് ദോശ ബാറ്റർ. ഇപ്പം ഫെർമെന്റേഷൻ, അതായത് ദോശ ബാറ്റർ ഒക്കെ ഫെർമെന്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നു. പിന്നെന്താണ്? ഡീകമ്പോസ് ഓർഗാനിക് മാറ്റർ ടു ആഡ് ന്യൂട്രിയൻസ് ടു ദ സോയിൽ. പിന്നെന്താണ്? ഡീകമ്പോസ് ചെയ്യുന്നു, അത് ന്യൂട്രിയൻസ് സോയിലിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ ഉപകാരമുണ്ട്. വാട്ട് ഈസ് ബെനഫിറ്റ് ഓഫ് ലൊറാന്തസ് വിത്ത് സ്പെഷ്യൽ റൂട്ട്? എന്താണ് ലൊറാന്തസിന്റെ ബെനഫിറ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞു ലൊറാന്തസ് ഒരു സെമി പാരസൈറ്റ് ആണ്. എന്താണ്? ഇറ്റ് അബ്സോർബ്സ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്സ് മേക്ക് ഇറ്റ്സ് ഓൺ ഫുഡ്. അപ്പൊ അതെന്താ ബെനിഫിറ്റ് ഫോർ ലൊറാന്തസ്? അത് എന്താണ്? അത് ഒരു പ്ലാന്റിൽ പോയിട്ട് താമസിക്കും, എന്നിട്ട് അതിന്റെ വെള്ളവും വാട്ടർ മിനറൽസും ഒക്കെ ആ റൂട്ട് വഴി അതെടുക്കും. അതാണ് ലൊറാന്തസിന് തന്നെ ഉള്ള ബെനിഫിറ്റ് ഉള്ളത്. അതിന്റെ ഹോസ്റ്റ് പ്ലാന്റിന് ഒരു ബെനിഫിറ്റും ഇല്ല. വാട്ട് ഈസ് ദ മെയിൻ ഗ്യാസ് യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ഫോർ ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിന് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാന്ന് വെച്ചാൽ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി നമുക്ക് കളറും പിഗ്മെന്റേഷനും നമ്മൾ പറഞ്ഞല്ലോ. ഓരോ കളറിനും ഓരോ പിഗ്മെന്റേഷൻ ആണ്. റെഡ് എന്താണ്? റെഡ് ആന്തോസയാനിൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു റെഡ് ആന്തോസയാനിൻ ആണ്. ഓറഞ്ച് എന്താണ്? ഓറഞ്ച് കരോട്ടിൻ ആണ്. യെല്ലോ സാന്തോഫൈൽ ആണ്. അപ്പൊ നോക്കുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓറഞ്ച് എന്താണ്? കരോട്ടിൻ ആണ്. ഓറഞ്ച് കരോട്ടിൻ. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചു, പിന്നെ എന്താണ്? റെഡ് ആന്തോസയാനിൻ നമ്മൾ പഠിച്ചു. പിന്നെ യെല്ലോ കളർ, യെല്ലോ സാന്തോഫിൽ. എന്താണ്? സാന്തോഫിൽ. യെല്ലോ സാന്തോഫിൽ ആണ്. ഓക്കെ. അടുത്തത് എന്താണ്? ഗ്രീൻ കളർ. ലീഫിനൊക്കെ ഗ്രീൻ കളർ കൊടുക്കുന്ന എന്താണ്? ക്ലോറോഫിൽ. CHLOROPHYL. ഓക്കെ, ഇതാണ് ക്ലോറോഫിൽ. അപ്പൊ ഈ പിഗ്മെന്റേഷന്റെ പേര് നമ്മൾ തീർച്ചയായും പഠിച്ചിരിക്കണം. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ക്വിക്ക് റിവിഷൻ ചെയ്യാം. ഓറഞ്ച് കളർ കരോട്ടിൻ ആണ്, യെല്ലോ സാന്തോഫിൽ ആണ്, റെഡ് ആന്തോസയാനിൻ ആണ്, ഗ്രീൻ കളർ ക്ലോറോഫിൽ ആണ്. പിന്നെ ഫോട്ടോസിന്തസിസിന് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, CO2 ആണ്. പിന്നെ നമ്മൾ ലൊറാന്തസിനെ പറ്റി പറഞ്ഞു. സെമി പാരസൈറ്റ് ആണ് ലൊറാന്തസ്. അതേപോലെ കസ്കട്ട് ടോട്ടൽ പാരസൈറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ പാത്തോജൻസ് ആണ്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ കോസ്ഡ് ബൈ പാത്തോജൻസ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഒരു പാത്തോജൻ ഉണ്ടാക്കുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്യാൻ, അതായത് കൺട്രീസ് വൈഡ് സ്പ്രെഡ് ചെയ്യാൻ വെച്ചാൽ അതിന് നമ്മൾ പാൻഡമിക് എന്ന് പറയും. ഒരു പാൻഡമിക്കിന് ഉദാഹരണമാണ് COVID-19. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. പിന്നെ പ്ലാന്റ്സ് അവരുടെ ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോട്ടോ സിന്തസിസ് എന്നാണ് അതിന് പറയുക. അതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പിന്നെ നമ്മൾ പിഗ്മെന്റ്
പഠിച്ചു വെക്കുക. പിഗ്മെന്റ് റെഡ് എന്താണ്? ആന്തോസയാനിൻ ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പഠിച്ചത് യെല്ലോ എന്താണ്? സാന്തോഫിൽ ആണ്. പിന്നെ അതേപോലെ തന്നെ ഓറഞ്ച് കളർ പഠിച്ചു. അതേപോലെ ലീഫിന് പച്ച നിറം നൽകുന്നത് ക്ലോറോഫിൽ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.